ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT ദേവസ്വം മുൻ മന്ത്രിയുടെ മൊഴിയെടുത്തിരിക്കുന്നു. ദേവസ്വം മന്ത്രി എന്ന നിലയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുവെന്നാണ് കടകംപള്ളി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് 3.5 മണിക്കൂർ കടകംപള്ളിയുടെ മൊഴിയെടുത്തത് എന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ ഈ മൊഴിയെടുക്കൽ വൈകിച്ചത് എന്തിനാണ്? തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ കാത്തിരിക്കാൻ SITക്ക് മേൽ സമ്മർദ്ദമുണ്ടായിരുന്നു. പോറ്റിയെ തന്നെക്കാൾ കൂടുതൽ അറിയുക കടകംപള്ളിക്കാണെന്നാണ് പത്മകുമാർ നൽകിയ മൊഴി. പക്ഷെ ഒരു ഭക്തനും സ്പോൺസറും എന്ന നിലയ്ക്കല്ലാതെ പോറ്റിയെ തനിക്കറിയില്ല എന്നാണ് കടകംപള്ളി പറഞ്ഞതത്രേ. തിരുവനന്തപുരം വെള്ളറടയിൽ ഒരു കുടുംബത്തിന്റെ വീടിന്റെ താക്കോൽ ഇരുവരും ചേർന്ന് കൈമാറുന്ന ചിത്രം കേരളം കണ്ടതാണ്. ബാംഗ്ലൂർ വിമാനത്താവളത്തിന് പുറത്തെ ചർച്ചയും കേരളം കണ്ടതാണ്. അതുകൂടാതെ പോറ്റിയും കടകംപള്ളിയും മാത്രം ഇരിക്കുന്ന ചിത്രവും കണ്ടതാണ്. അതായത് സ്പോൺസറുടെ മേഖല ശബരിമലയിൽ ഒതുങ്ങുന്നില്ല എന്നർത്ഥം. സ്വർണ്ണക്കൊള്ള മന്ത്രി അറിയാതെ നടക്കില്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിനെതിരെ കോടതിയിൽ പോയ കടകംപള്ളി ഇനി ഇക്കാര്യത്തിൽ എന്തു പറയുമെന്നാണ് അറിയേണ്ടത്. സ്വർണ്ണക്കൊള്ള തിരഞ്ഞെടുപ്പിൽ ബാധിക്കാത്ത, ഭരണവിരുദ്ധ വികാരമേശാത്ത CPIM കടകംപള്ളിയുടെ മൊഴിയെടുക്കലിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ മൊഴിയെടുക്കലിൽ പറയുന്നത് എന്താകും? പോറ്റിയെ കേറ്റിയെ പാരഡിയിൽ പൊള്ളിയവർക്ക് പാട്ടിനപ്പുറമുള്ള സത്യങ്ങളിൽ മറുപടിയുണ്ടോ? കടകംപള്ളി റഡാറിലോ എന്നതാണ് ചോദ്യം.